മോളെ കല്യാണം ഉണ്ടെന്ന് വെറുതെ മോള് പെറ്റിട്ടും കൂടി ഉണ്ടാവില്ല. എന്താ അറിയാം, ആശുപത്രി കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇയാളെന്താ പറഞ്ഞത്? ഇയാള് പറയാണ് ഞാൻ പോവില്ല, 2 ദിവസം കൂടി കിടക്കണം. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യൻ 2 ദിവസം കൂടി ICUയിൽ കിടക്കണം, സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് മൂപ്പരെ പിന്നാലെ ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഇവരെ പണി തന്നെയല്ലേ? എത്ര കാലമായി ഈ വിളിച്ച് നടക്കുന്നത് അല്ലേ? ഒരാൾ മരിച്ചു കൊടുത്ത് വന്നിട്ട് ഈ വിളി തന്നെയല്ലോ. മരിച്ചിങ്ങനെ കിടക്കുമ്പോഴും വന്നതാണ് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇൻക്ലാബ് സിന്ദാബാദ്. എന്ത് മരിച്ചതിന്റെ ശേഷം പിന്നെ എന്ത് ഇൻക്ലാബാ? ഇന്റെ അടുത്ത് ലോക്കൽ സെക്രട്ടറി മരിച്ചപ്പോ അയാളെ കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഇവര്. ഇയാളെ മോൻ ഇങ്ങനെ കലി കയറി നിൽക്കുക. എന്താ വിളിക്കണേ? ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല. ചെക്കൻ ചോദിച്ചു, പിന്നെ എന്തിനാടാ കബറ് കളക്കണു ചോദിച്ചിട്ട്. ഇത് തന്നെ, ഇല്ല നിങ്ങൾ മരിച്ചവരൊന്നും മരിച്ചിട്ടില്ല, ജീവിക്കണവരൊക്കെ നടന്നു കൊല്ലും ചെയ്യും. നിങ്ങളെ എന്റെ പൊന്നുമോൻ ഷുക്കൂറിന്റെ ദ്വായുണ്ട്, അറിയോ? പ്രിയപ്പെട്ട ഷുക്കൂറിനെതിരെ എത്ര കേസിൽ പ്രതിയാ ജയരാജൻ. ആ ജയരാജൻ ജാമ്യം കിട്ടിയെന്ന് കേട്ടപ്പോ എണീറ്റൊരു നിൽക്കലും ആ ജാഥയിലൊരു പോക്കുണ്ട്. കാണേണ്ട രംഗല്ലേ? എന്നിട്ട് ആംബുലൻസിൽ നിന്ന് അന്ന് ആ വരുന്ന രംഗം കണ്ടോ നിങ്ങൾ? വണ്ടി ഇങ്ങനെ കട 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 ശബ്ദം കേട്ടപ്പോ ഡ്രൈവർ നിർത്തി ഒന്ന് പോളി നോക്കി. അയാൾക്കൊരിറ്റ് വെള്ളം വാങ്ങി കൊടുക്കാനല്ലേ നോക്കേണ്ടത്. അപ്പോ ഇതിന് ജയരാജൻ, മറ്റേ ജയരാജൻ പത്രസമ്മേളനം. എന്താ? ഈ ആംബുലൻസിന്റെ കാര്യക്ഷമത വേണ്ട വിധം പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കേണ്ടിയിരുന്നു. ഇതിന്റെ ടയർ കുറ്റമറ്റതാണോ എന്ന് ചെക്ക് ചെയ്യപ്പെടുകയുണ്ടായില്ല, ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും ദൂരം പോകുമ്പോ ഒന്നിലധികം ഡ്രൈവർമാർ വേണ്ടിയിരുന്നു. ഒരു ഡ്രൈവറെ വെച്ചാണ് പോകുന്നത്. രാഷ്ട്രപതിനേറ്റല്ലേ പോണ്, മാളികക്കല്ലേ, അതാ മുതലറിയാം. എത്ര കേസിലാ പ്രതി എന്നറിയാം. നിങ്ങളാണ് ആഭ്യന്തരമന്ത്രിയാവുന്നു പറഞ്ഞത്. ജയരാജൻ, പിണറായി മുഖ്യമന്ത്രിയായാൽ ഈ ജയരാജനകത്തൊരു ആഭ്യന്തരമന്ത്രി പടച്ചോൻ കാക്കാൻ. നാട്ടിൽ തീപിടുത്തുണ്ടായ കൊടുന്ന് കെടുത്ത ഫയർ എഞ്ചിൻ കൊടുത്തിട്ട്, പക്ഷെ ഫയർ എഞ്ചിനും തീപിടിച്ച പിന്നെ എന്ത് കൊടുത്തിട്ടാണ് കെടുത്തുക? അയാളാണ് പിന്നെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത്. നിങ്ങൾ അനങ്ങിയ, നിങ്ങൾ എതിർപ്പില്ലാതെ വല്ലതും തുടങ്ങിയോ? വിഴിഞ്ഞത്തെ എതിർത്തു, എയർപോർട്ടിനെ എതിർത്തു, സ്മാർട്ട് സിറ്റി. ആ കന്തൂറിട്ട അറബിയോളടയിൽ ഈ ജുബട്ട് ഈ ചങ്ങാതിക്കൊന്ന് കയറി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത ആൽബത്തിൽ കണ്ട പേരക്കുട്ടികൾക്ക് പറഞ്ഞുകൂടെ ഞങ്ങളെ വെല്ലിപ്പ പണ്ട് അറബിയോളപ്പുണ്ടായിരുന്നു? ആ മനുഷ്യനതിനുള്ള കലാവും കൂടി ഇല്ലല്ലോ. മൂപ്പര് അവിടെ വന്നിട്ട് മൂപ്പരിങ്ങനെ പറയാ, മണ്ണും കൊടുക്കില്ല, അറബികൾക്ക് പെണ്ണും കൊടുക്കൂല എന്നും പറഞ്ഞോട്ട് വലിയ വിവാദം മുടക്കി. എന്നാൽ അറബികളോ ഉമ്മൻചാണ്ടിനെയും കുഞ്ഞാപ്പാനൊക്കെ ഒരു സംബോധന ചെയ്തിട്ടു അല്ലേ? കേരള അമീർ ശ്രീ ഉമ്മൻചാണ്ടി സാബ്, ഷെയ്ഖ് സുൽത്താൻ കേരള PK കുഞ്ഞാലിക്കുട്ടി സാബ്. പിന്നെ മറ്റാളെ കാണാനില്ലേ, അച്യുതാനന്ദനെ, മജ്നൂൻ മാഫി മൗജൂദ്, മറ്റാളെ കണ്ടില്ലേ? ഓപ്പരാ വഹിക്കുന്ന ഓപ്പർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ആ മെട്രോ റെയിൽ വന്ന് എതിർത്തില്ലേ? മെട്രോ റെയിലിനെ തടുക്കാൻ പോയി ഇവര്. മെട്രോ കേട്ട സഖാവേ, മെട്രോ അതിനൂതന സാങ്കേതിക വിദ്യ, ഡ്രൈവറില്ലാത്ത വണ്ടിയാ, ഇഷാറത്തില്ലാതെ തടുക്കാൻ പോണ്ട, പോയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നീതി പാലിക്കുക എന്നുള്ള മുദ്രാവാക്യം 2 മിനിറ്റിനുള്ളിൽ നീതിയാണ് ശരിയാവും. ഞാൻ ചോദിക്കാം, കോഴിക്കോട്ട് എന്ത് തുടങ്ങിയാലും എതിർത്ത്, കൊച്ചിയിൽ എന്ത് തുടങ്ങിയാലും എതിർത്ത്. അവിടെ ലൈറ്റ് മെട്രോക്ക് എതിര്, ഇവിടെ ഈ മെട്രോക്ക് എതിര്. കോഴിക്കോട്ടും കൊച്ചിയിലും ഇവരെ എതിർപ്പില്ലാതെ തുടങ്ങിയ ഏക പരിപാടി ചുംബന സമരം മാത്രമാണ്. അതിനെ ഇവര് എതിർത്തിട്ടില്ല, അതിന്റെ ഒപ്പം വരുന്നുണ്ട്. ഞാൻ ചോദിക്കുക, എന്നിട്ടിങ്ങനെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നന്മയും ചെയ്യാതെ ബംഗാൾ കുത്തുവാളടുപ്പിച്ചിട്ട് അവിടുന്ന് വന്ന് നിലം പരിശാക്കിയതിന്റെ ശേഷം കോൺഗ്രസ് ഒന്ന് സഹായിക്കോ, ബംഗാളിലൊന്ന് നീട്ടി നിൽക്കാനാ? കോൺഗ്രസിനെ ഡൽഹിയിൽ നിങ്ങളൊന്ന് സഹായിക്കോ, BJP ഒന്ന് ഇറക്കാൻ? അതിന് നേരമില്ല, അതിന് നേരമില്ല. എന്നിട്ട് ഇതെല്ലാം നടത്തിയതിന്റെ ശേഷം പറയാ LDF വരും, 10 മിനിറ്റ് ഉണ്ട്, LDF വരും, എല്ലാം ശരിയാവും അല്ലേ? LDF വരും, എല്ലാം ശരിയാവും. എന്ത് ശരിയാക്കാനാ നിങ്ങള്? PC ജോർജ് നല്ല നിലയിൽ തറവാടിയായ ഭർത്താവിന്റെ കൂടെ അതവോടുകൂടി നേരത്തിന് ഭക്ഷണം കിട്ടി ഇവിടെ കഴിയുമ്പോഴാണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയത്. ആ PC ജോർജിന്റെ ദുരവസ്ഥ ഈ നാടിന് വരണോ? പത്തനാപുരത്ത് ഗണേശിനെ വോട്ട് ചോദിക്കാൻ വരുന്നത് നിങ്ങൾ, അഴിമതിക്കെതിരെ വർത്തമാനം പറയുന്ന നിങ്ങൾ ഗണേശിന്റെ പേരിൽ 4 ഹർത്താൽ നടത്തിയവരാ. എന്നിട്ട് നിങ്ങൾ ഗൗരിയമ്മയെ പോലും വഷളാക്കിയില്ലേ? ഗൗരിയമ്മ ഈ വയസ്സാം കാലത്ത് മുല്ലപ്പൂ വെച്ചിട്ട് സുബൈക്ക് ഞങ്ങളെ ഓഫീസിലേക്ക് വന്നത് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് തള്ളനോട്?
എന്തേ വരാൻ പറഞ്ഞു? സീറ്റില്ല എന്ന് പറയാനാണ്. എന്തൊരു കഥ! എല്ലാരും വെറുപ്പിച്ചു. ഇവിടെ INL കൂടെ ഇല്ലല്ലോ. INL എപ്പോഴും കൂടെ കൂട്ടിയിട്ടില്ല. മുനീർ സാഹിബ് മത്സരിക്കുന്നിടത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാണണം. LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. നമ്മളെന്താ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഇവരിതിൽ കൂട്ടിയിട്ടില്ല. LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ബിരിയാണി സാധനങ്ങളും പിന്നെ അണ്ടിപ്പരിപ്പും ലഭിക്കുന്നതാണ് ഒരു ബോർഡ് ഉണ്ടാവുക. അണ്ടിപ്പരിപ്പ് ബിരിയാണിയിൽ പെടും എന്നുള്ളത് ഉറപ്പല്ലേ? എന്നിട്ട് പറയും LDF വരും, എല്ലാം ശരിയാവും. ആര്യവൈദ്യശാലയുടെ ബോർഡ്, അതിന്റെ താഴെ വരെ ബോർഡ് LDF വരും, എല്ലാം ശരിയാവും. എന്താ ആര്യവൈദ്യശാലയുടെ ബോർഡ്? ഉളുക്ക്, ചതവ്, കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത തുമ്മൽ, LDF വരും, എല്ലാം ശരിയാവും. അർശസ്, മൂലക്കുരു, ഫിസ്റ്റുല, LDF വരും, എല്ലാം ശരിയാവും. താല്പര്യമില്ലായ്മ, ഉന്മേഷക്കുറവ്, LDF വരും, എല്ലാം ശരിയാവും. എന്റെ നാട്ടിലൊരു ചെക്കുണ്ടെങ്കിൽ അന്തം വിട്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പില്. അപ്പോ പീടിയിലൊന്ന് മമ്മൂട്ടിയാക്കി വെച്ച് എന്താടാ പ്രശ്നം എന്ന്. 4ാമത്തെ കല്യാണം മുടങ്ങിയായിരുന്നു. ഉടനെ പെങ്കട്ടരും പറഞ്ഞു LDF വരും, എല്ലാം ശരിയാവും. ഇന്നലെ ഒരു ചെക്കൻ മദ്രസക്ക് പോകാൻ മടിയാട്ടിട്ടേ, 19 വയസ്സാണ്. സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, അങ്ങനെ കിടന്നു തുടങ്ങി. ചൂടുമല്ലേ, മോനെ എണ്ണീപ്പിച്ച് വെള്ളം ഒഴിച്ച് തലയിൽ. ചെക്കൻ കണ്ടിട്ട് ചൂടായിട്ട് ഉമ്മനൊക്കെ ദേഷ്യം പിടിച്ചോണ്ട് പോയി.